ജപ്തി ചെയ്ത വീടിന്റെ മുറ്റത്ത് 1.5 വയസ്സുള്ള കുഞ്ഞുമായി കനിവ് കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. എറണാകുളം പുത്തൻകുരിശി സ്വദേശി സ്വാതിയുടെ വീടാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്തത്. 5 ലക്ഷം രൂപയാണ് ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകാൻ തിരിച്ചടയ്ക്കേണ്ടത്. അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മുജ്തബ, ഈ കുടുംബം എന്താണ് പറയുന്നത്? വീട് തുറന്നു നൽകിയിട്ടുണ്ട് PV ശ്രീനിജൻ MLA എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഒരുപക്ഷെ ഈ ഓണനാളുകളിൽ അത്യന്തം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ 3:30 മണിയോടുകൂടി മണപ്പുറം ഫിനാൻസ് നമുക്ക് തൊട്ടു പുറകിൽ കാണുന്ന ഈ 2.25 സെന്റ് മാത്രമുള്ള ഒരു വസ്തുവിലുള്ള വീടാണ്. അത് മണപ്പുറം ഫിനാൻസ് ഇന്നലെ ഇവിടെ ഈ കുടുംബത്തെ പുറത്താക്കി ജപ്തി ചെയ്ത് മടങ്ങി. പക്ഷേ സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇന്നലെ രാത്രിയൊക്കെ 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുകുട്ടി, ഒപ്പം തന്നെ സ്വാതിയും അമ്മയും, ഇവർ 2019 ഒരു ലോൺ എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് കൃത്യമായി തന്നെ തിരിച്ചടവുണ്ടായിരുന്നു. 3,95,000 രൂപ ബാങ്കിലേക്ക് അടച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിലേക്ക് അവർ ആ എമൗണ്ട് തിരിച്ചടക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് സ്വാതിക്ക് ഗർഭിണിയായതോടുകൂടി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ആകെയുള്ള വരുമാനം നിലച്ചു, ആ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യം. അങ്ങനെയാണ് ഇപ്പോൾ 5 ലക്ഷം ഒരുമിച്ച് അടച്ചാൽ മാത്രമാണ് ജപ്തിയിൽ നിന്ന് ഒഴിവാകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ PV ശ്രീനിജൻ MLA ഇവിടെ എത്തി തൽക്കാലം ഈ കൈക്കുഞ്ഞുമായി ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി വീട് തുറന്നു നൽകിയിരുന്നു. പക്ഷേ അതൊരു പൂർണ്ണമായ ഒരു സമാശ്വാസ നടപടിയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും സ്വാതി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും രാത്രി കിടന്നുറങ്ങി. നിലവിലെ ഒരു സാഹചര്യം എന്താ? ഇപ്പം നിലവിൽ അവർ പറയണത് നമ്മൾ അതിക്രമിച്ച് കയറി എന്നുള്ള രീതിയിൽ മറ്റൊരു കേസും കൂടെ എനിക്കെതിരെ എടുക്കുമെന്നാണ് പറയണത്. ഇത് പൈസ അടയ്ക്കാതെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ ഒക്കൂല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് പുറത്തിറങ്ങി ഡോർ അടച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. MLA വന്ന് തുറന്നെങ്കിൽ MLA പറഞ്ഞത് പൈസ അടയ്ക്കണം, അതിനുള്ളൊരു വഴി കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് MLA പറഞ്ഞു പോയിട്ടുള്ളത്. ഇതുവരെ എനിക്കൊരു തുക കണ്ടെത്താനായിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് എടുക്കാൻ എൻ്റെ കൈവശമില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും ആരും ഇതുവരെ നമ്മളെ സഹായിച്ചിട്ടുമില്ല. ഇപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കൈക്കുഞ്ഞുമായിട്ട് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നേരത്തെ 2019 ലോൺ എടുത്തതിന് ശേഷം ആ എമൗണ്ട് കുറച്ചായിട്ട് അടക്കായിരുന്നു. അന്ന് ജോലി ഉണ്ടായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ നവംബറിൽ ഇവൻ ഉണ്ടായി കഴിഞ്ഞ ഒരു 4 മാസമായപ്പോൾ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ ജോലിക്ക് പോയപ്പോൾ ഞാൻ അവരെ അങ്ങോട്ടേക്ക് വിളിച്ചതാണ്. ഞാൻ അടച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് കടവന്തറ ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത്. അവിടുത്തെ മാനേജർ പറഞ്ഞു അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെ അടയ്ക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. നമുക്ക് ഇത്രയും കുടിശ്ശിക കിടക്കുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് EMI ഇനി അടയ്ക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ഒരു വർഷത്തോടെ ഇപ്പോൾ ഇത്ര എമൗണ്ട് വന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ വീണ്ടും ലോൺ എടുത്ത തുക തന്നെ വീണ്ടും അടയ്ക്കണം എന്നാണ് അവർ പറയുന്നത്. 5 ലക്ഷമാണ് അവർ വേവർ എടുത്തിട്ടാണെന്നാണ് അവർ പറയണത്. എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കണ്ടെത്താൻ നേരത്തെ ഒക്കെ കൃത്യമായിട്ട് അടവുണ്ടായിരുന്നു അല്ലേ? അടവുണ്ടായിരുന്നു, ഞാൻ അടച്ചുകൊണ്ടായിരുന്നത്. പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് അടച്ചാൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2-3 പ്രാവശ്യം അവരോട് വന്നായിരുന്നു. ആ സമയത്ത് വാർഡ് മെമ്പറൊക്കെ ഇടപെട്ട് അവർ പറഞ്ഞു വിട്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെയാണ് ഇങ്ങനെ, ഞാനില്ലാത്ത സമയത്താണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അമ്മയോട് ഈ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പേടിച്ചു പോയി. അതാണ് അമ്മ പുറത്തായിട്ട് ഇറങ്ങി കൊടുത്തത്. ഇതിപ്പോൾ എത്ര സെന്റ് ആണ് ഈ ഭൂമിയുള്ളത്? ഇത് 2.25 സെന്റാണുള്ളത്.